അടുത്ത നാമങ്ങൾ അർ റസാഖ്, അർ റാസിഖ് എന്നീ നാമങ്ങളാണ്. അർ റസാഖ്, അർ റാസിഖ്. അർ റസാഖ് എന്നുള്ളത് ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ഒരു നാമമാണ് അർ റസാഖ് എന്നുള്ളത്. അതുപോലെ അർ റാസിഖ് എന്നുള്ളത് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്, നാമമായി വന്നിട്ടുള്ളത് ഹദീസിലാണ്. അർ റസാഖ് എന്നുള്ളത് ഖുർആനിൽ നാമമായി വന്നിട്ടുണ്ട്. അർ റാസിഖ് എന്നുള്ളത് വന്നിട്ടുള്ളത് ഹദീസിലാണ്. അർ റസാഖ് എന്ന് വന്നിട്ടുള്ള 1-2 ആയത്തുകൾ സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ. റസാഖിന്റെ അർത്ഥം എന്താ? ഉപജീവനം നൽകുന്നവൻ എന്നുള്ള അർത്ഥം. സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹുവാണ് റസാഖ്, ഉപജീവനം നൽകുന്നവൻ, അവനാണ് എല്ലാവിധ ശക്തിയുമുള്ളവൻ. സൂറത്തു ജുമുഅയിലെ 11-ാമത്തെ ആയത്തിൽ വല്ലാഹു ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്നുള്ള ആശയത്തിൽ റസാഖ് എന്നുള്ള നാമത്തെയും റിസ്ഖ് എന്നുള്ള സിഫത്തിനെയും നമുക്ക് ഖുർആനിൽ കാണാം. ഇനി അർ റാസിഖ് എന്നുള്ള നാമം ഹദീസിൽ വന്നിട്ടുള്ളത് സുനൻ അബീ ദാവൂദ് വതിർമിദി വഇബ്നു മാജ അതുപോലെ മുസ്നദ് അഹ്മദ് എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിലാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഗലാ അസ്സിഅർ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരിക്കൽ സാധനങ്ങൾക്കെല്ലാം, ചരക്കുകൾക്കെല്ലാം ഭയങ്കരമായി വില വർദ്ധിച്ചു, വിലക്കയറ്റമുണ്ടായി. ഫഖാലു, അപ്പോൾ സഹാബികൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ സഅർത, നിങ്ങളൊരു വില നിശ്ചയിച്ചു തന്നാലും. ഓരോ സാധനങ്ങൾക്ക് ഇപ്പോൾ വില ചില സമയത്ത് കൂടും, സാധനങ്ങൾക്ക് ചില സമയത്ത് കുറയും. അപ്പോൾ നിങ്ങളൊരു വില ഇങ്ങനെ ഫിക്സാക്കി തന്നാലും എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖു അൽ ഖാബിദു അൽ ബാസിതു അർ റാസിഖു അൽ മുസഇറു. അല്ലാഹുവാണ് ഖാലിഖ്, സൃഷ്ടിക്കുന്നവൻ, അൽ ഖാബിദ് പിടിക്കുന്നവൻ, കുറച്ചായിട്ട് നൽകുന്നവൻ, അൽ ബാസിത്ത് വിശാലമായി നൽകുന്നവൻ, അർ റാസിഖ് റിസ്ഖ് നൽകുന്നവൻ, അൽ മുസഇർ വില നിശ്ചയിക്കുന്നവൻ. അതായത് ഒരു വസ്തുക്കളുടെ വില അങ്ങാടിയിൽ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. ഒരു സാധനത്തിന് വില കൂടുന്നതും വില കുറയുന്നതൊക്കെ വെറും മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ കൃഷിയുടെയോ അല്ലെങ്കിൽ വരവിൻ്റെയോ ചെലവിൻ്റെയോ അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ വില കൂടിയതോ ഇത് മാത്രമല്ല, അള്ളാഹുവാണ് വസ്തുക്കളുടെ വില നിശ്ചയിക്കുന്നവൻ. എന്നിട്ട് പറഞ്ഞു, വ ഇന്നി ലഅർജു അൻ അൽഖല്ലാഹ്, ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന്. വലാ യത്ലുബ്നി അഹദുൻ ബിദുൽമത്തിൻ ളലംതുഹാ ഇയ്യാഹു ഫീ ദമിൻ വലാ മാലിൻ, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണം ആഗ്രഹിക്കുന്ന ഏത് തരത്തിലാണ്? ഒരാളും അവൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലോ അവൻ്റെ രക്തത്തിൻ്റെ വിഷയത്തിലോ ഞാൻ അവനോട് ദുൽമു ചെയ്തു എന്നതിന് പകരം തേടുന്ന അവസ്ഥയിലല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അഥവാ ഒരു നാട്ടിൽ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ അതങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കഴിയില്ല. കാരണം അത് ചില ആളുകളുടെ മേലെ ദുൽമായി മാറും, ചില ആളുകൾക്ക് അതുകൊണ്ട് വലിയ നഷ്ടമായി മാറും, ചില ആൾക്ക് ലാഭം ഉണ്ടാവും, ചില ആൾക്ക് വലിയ നഷ്ടമായി മാറും. അപ്പോൾ മുസഇർ എന്നുള്ളത് വില നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്. ഒരു വസ്തുവിന് ഇന്ന സമയത്ത് വില കൂടണം അല്ലെങ്കിൽ വില കുറയണം, അല്ലെങ്കിൽ മൊത്തത്തിൽ സാധനങ്ങൾക്ക് വില കൂടണം വില കുറയണം, അത് അള്ളാഹിൻ്റെ കയ്യിലുള്ള ഒരു കാര്യം. അള്ളാഹു റസാഖ് റാസിഖ്, അള്ളാഹു മുസഇർ. പല ആളുകളും സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ വെറും ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്നത് കാണാം. അള്ളാഹുവിന് ഇതിലൊന്നും ഒരു കൺട്രോളും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല. അങ്ങനെയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് അവരുടെ നിയന്ത്രണം. ഇപ്പോൾ സെൽഫുകൾ അവർ വിലക്കയറ്റമുണ്ടായപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പരാതിപ്പെട്ടപ്പോൾ സെൽഫുകൾ പറഞ്ഞ മറുപടി കാണാം, വില കുറയുമ്പോൾ ആരാണോ നിനക്ക് റിസ്ക് തന്നത് അവൻ തന്നെയാണ് വില കൂടുമ്പോൾ നിനക്ക് റിസ്ക് നൽകുന്നത്. റസാഖ് എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകുന്നവൻ എന്നാണ് അർത്ഥം. അതായത് അടിമകളുടെ ഉപജീവനം പൂർണ്ണമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ എല്ലാ ആളുകൾക്കും എല്ലാ സൃഷ്ടികൾക്കും റിസ്ക് നൽകുന്നത് അവനാണ്. നോക്കൂ, സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഒരു ജീവിയുമില്ല ഭൂമിയിൽ, ഒരു ജീവിയുമില്ല. ഏത് തരത്തിലുള്ള മനുഷ്യർ മാത്രമല്ല, മറ്റെന്തൊക്കെ ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ ഒന്ന് ആലോചിച്ച്. നമ്മൾ പലപ്പോഴും നമ്മുടെ റിസ്കിനെ കുറിച്ചിട്ട് പേടിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇവിടെ കോടാനുകോടി ജന്തുജീവജാലങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും പക്ഷികളും ഒക്കെ ജീവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. ഒരു ജീവിയുമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് ഏറ്റെടുക്കാത്തതായിട്ട്, അള്ളാഹു ഉപജീവനം ഏറ്റെടുക്കാതായിട്ട് ഒരു ജീവിയുമില്ല. സൂറത്തുൽ അൻകബൂത്തിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹ് യർസുഖുഹാ ഇയ്യാകും.
എത്രയെത്ര ജീവികളുണ്ട് അവർ സ്വന്തം റിസ്ക് ഏറ്റെടുത്തിട്ടില്ല, അഥവാ പണിയെടുത്തിട്ട് സാലറി കിട്ടിയിട്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയിട്ടോ അങ്ങനെ ജീവിക്കണം, അങ്ങനെ ഉപജീവനം വാങ്ങണമെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എത്രയോ ജീവികളുണ്ട്. അള്ളാഹുവാണ് അവരെ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്, അള്ളാഹുവാണ് നിങ്ങളുടെയും റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ റിസ്ക് നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് അടിമകൾക്ക് റിസ്ക് നൽകുക. അള്ളാഹുവാണ് റസാഖ്, അള്ളാഹുവാണ് റാസിഖ്. പല ആളുകളും അവർ ധരിച്ചു പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ സാലറി, ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം. അല്ല, അത് നൽകുന്നവൻ അള്ളാഹുവാണ്, അതിനുള്ള സബബുകളെ ഒരുക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹലാലായ മാർഗത്തിൽ അത് തേടുക എന്നുള്ളതാണ്. ഒരാൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് അയാൾ എങ്ങനെ തേടുന്നു എന്ന് നോക്കലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അയാൾക്ക് ഹലാലായിട്ടും നേടാം, ഹറാമായിട്ടും നേടാം. ഹലാലായി നേടുന്നുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ടത്. ഇപ്പോൾ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂറത്തുൽ ബഖറയിലെ 212 ആയത്തിൽ, വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ അള്ളാഹു തആല റിസ്ക് നൽകും. അള്ളാഹുവിൻ്റെ ഹിക്മത്താണത്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കൊടുക്കും, ചില ആളുകൾക്ക് ധാരാളം കൊടുക്കും. എന്നാലേ മനുഷ്യന്റെ ഈ ജീവിതം ഈ ഭൂമിയിൽ മുന്നോട്ട് പോകും. എല്ലാവരും ഒരുപോലെ വരുമാനമുള്ള, എല്ലാവരും ഒരുപോലെ സമ്പന്നതയുള്ള ആളുകൾ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഇവിടെ എന്തെങ്കിലും കച്ചവടം നടക്കുമോ? ആരെങ്കിലും വല്ല ജോലിക്കും കിട്ടുമോ? ഒന്നും ഉണ്ടാവില്ല. മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോവില്ല. അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട് അതിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 30 ആയത്തിൽ പറഞ്ഞു, ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് ചില ആളുകൾക്ക് വിശാലമായി കൊടുക്കും, ചില ആളുകൾക്ക് കണക്ക് വെച്ചിട്ട് കൊടുക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴാണ് റിസ്കിനെ കുറിച്ച് ഒരാൾ ബേജാറാവാൻ തുടങ്ങുക? ഒരു കുട്ടി വിചാരിക്കുക, ഒരു കുട്ടിമാരുടെ ഗർഭപാത്രത്തിൽ 10 മാസം കഴിഞ്ഞ് ജനിച്ച് വീണ് ആ കുട്ടി 4, 5, 6 അല്ലെങ്കിൽ 8, 9, 10 ആ വയസ്സ് വരെ ആരെങ്കിലും റിസ്കിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവോ? ഇല്ല. ഞാൻ എങ്ങനെ ജീവിക്കാന്ന് ആലോചിച്ച് ബേജാറാവും. ഒരു കുട്ടി, ഇപ്പോൾ 4 വയസ്സായ ഒരു കുട്ടി ഇന്നിപ്പോൾ രാത്രി ഞാൻ എന്താ ഭക്ഷിക്കുക എന്നാലോചിച്ച് ബേജാറാവോ? ഇല്ല. അല്ലെങ്കിൽ നാളെ മറ്റന്നാ ഞാൻ എന്താ ഭക്ഷിക്കുക, എനിക്ക് എൻ്റെ ജീവിതം എന്തായിരിക്കും എന്നാലോചിച്ച് ബേജാറാവോ? ഇല്ല. പക്ഷേ മനുഷ്യന് ബുദ്ധിയും വിവരമൊക്കെ എത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവാണ് റിസ്ക് നൽകേണ്ടതെന്ന് ഉൾക്കൊള്ളേണ്ട സമയത്ത് മനുഷ്യന്റെ അവസ്ഥ എന്താവും? അവൻ ബേജാറാവും. എനിക്ക് റിസ്ക് എന്താ കിട്ടുക, എന്താ എൻ്റെ ഉപജീവനാവുക എന്നുള്ളത്. അവൻ ജോലി ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേടാൻ ഹലാലായ മാർഗം അവൻ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ അവന് നിർബന്ധമായ രീതിയിലുള്ള ചെലവഴിക്കൽ അവൻ ചെയ്യുന്നുണ്ടോ? ഒരാൾ ജോലിക്ക് പോവുക അല്ലെങ്കിൽ സമ്പാദിക്കാൻ പണിയെടുക്കുക എന്നുള്ളത് അവനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ മാതാപിതാക്കൾ, അവർക്ക് ചെലവിന് അവൻ കൊടുക്കണം, അതിനവൻ പണിക്ക് പോകണം. അത് ചെയ്യുന്നുണ്ടോ എന്നറിയണം. അല്ലെങ്കിൽ അവൻ എടുക്കുന്ന ജോലി അത് ഹലാലാണോ ഹറാമാണോ എന്നറിയണം. അല്ലെങ്കിൽ അവൻ ഏത് മാർഗത്തിലാണ് വരുമാനം നേടുന്നത്, അതെങ്ങനെയാണോ അവൻ ചെലവഴിക്കുന്നത്, അതിനാണ് ആ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ റിസ്ക് എന്നുള്ളത് അത് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുള്ള, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഖുർആനിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണ് അല്ലെങ്കിൽ അള്ളാഹു റിസ്ക് നൽകുന്നവനാണ് എന്ന് പരാമർശിച്ചിട്ടുള്ള ആയത്തുകൾ 2 മഖാമിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 2 തരത്തിലാണ് ആ ആയത്തുകളെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മഖാമു തഫദ്ദുലി വൽ ഇംതിനാൻ, അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം, ഒരു ഔദാര്യം, അതിനെ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുകൾ കാണാം. രണ്ടാമത്തേത് മഖാമു ദഅവതി ഇല ത്വാഅതി വൽ ഖൈരി വൽ ഇഹ്സാൻ, രണ്ടാമത്തേത് അള്ളാഹു റിസ്ക് നൽകുന്നവനാണെന്ന് പറഞ്ഞ ആയത്തുകൾ ഏത് തരത്തിലായിരിക്കും? അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ നിലക്കായിരിക്കും. അതായത് അള്ളാഹു റസ്സാഖാണ്, റിസ്ക് നൽകുന്നവനാണ് എന്ന് പരാമർശിക്കുന്ന ആയത്തുകൾ 2 രീതിയിലാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ അള്ളാഹു ആണ് റിസ്ക് നൽകിയത് എന്നുള്ള, അള്ളാഹു ഔദാര്യം ചൊരിഞ്ഞിട്ടുള്ളത് എന്നറിയിക്കാൻ വേണ്ടി. അതല്ല എങ്കിൽ രണ്ടാമത്തെ തരത്തിൽ വന്നിട്ടുള്ളത് ആ റിസ്ക് നൽകിയവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന, നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിൽ. ഈ 2 രീതിയിലായിരിക്കും. അതിൽ ഒന്നാമത് പറഞ്ഞ രീതിയിൽ ആയത്തുകൾ നമുക്ക് നോക്കാം. അനുഗ്രഹം ചൊരിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ സൂറത്തു നഹ്ലിലെ 72 ആയത്തിൽ കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് നിങ്ങൾ കിണകളെ ഉണ്ടാക്കുന്നു,
ആ ഇണകൾ മുഖേന മക്കളും പേരക്കുട്ടികളും നിങ്ങൾക്കുണ്ടാകുന്നു. വറസഖകും മിനത് ത്വയ്യിബാത്ത്, അല്ലാഹു തആല നിങ്ങൾക്ക് റിസ്ഖിനെ വിശിഷ്ടമായ ഉപജീവനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന നിലക്ക് അനുഗ്രഹം ചൊരിഞ്ഞ രീതിയിൽ. മറ്റൊരായത്ത് സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ ആയത്തിൽ വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ആദം സന്തതികളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അവർക്ക് കടലിലും കരയിലും ജീവിക്കാനുള്ള അവസ്ഥകൾ, അതിനുള്ള കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വിശിഷ്ടമായതിൽ നിന്ന് റിസ്ഖ് നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, മറ്റുള്ള ധാരാളം സൃഷ്ടികളിൽ നിന്ന് പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നൽകിയ ഔദാര്യം എന്ന നിലത്ത് കാണാം. സൂറത്തു ഗാഫിറിലെ 64-ാമത്തെ ആയത്തിലും ഇതേ ആശയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് രൂപം നൽകി, നിങ്ങൾക്ക് വിശിഷ്ടമായതിൽ നിന്ന് റിസ്ഖ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞു എന്ന നിലക്ക് ആയത്തുകൾ കാണാം. രണ്ടാമത്തെ തരത്തിൽ, അഥവാ അള്ളാഹുവാണ് റിസ്ഖ് നൽകിയത് എന്ന് പറഞ്ഞിട്ട് അവനെ അനുസരിക്കുന്നതിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യുന്നതിലേക്കും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്ന ആയത്തുകൾ അത് ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. ധാരാളം കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് തന്നെയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഉപജീവനം പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുള്ള, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണോ ഉള്ളത്, അത് ആർക്കാണോ നൽകാൻ കഴിയുന്നത്, അവനെ അല്ലാതെ മറ്റൊരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു റിസ്കിനെ പറ്റി പറഞ്ഞ ആയത്താണ് ഖുർആനിലെ ആദ്യത്തെ കൽപ്പന. സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങളെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അല്ലാഹു തആല റിസ്ഖ് നൽകിയതിനെ പറ്റിയിട്ടാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ മേൽപ്പുരയാക്കി, അതിൽ നിന്ന് മഴ വർഷിച്ചു, അതിൽ നിന്ന് ചെടികൾ മുളച്ച് നിങ്ങൾക്കുള്ള ഉപജീവനം ലഭിക്കുന്നു. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതെല്ലാം ചെയ്തത് അല്ലാഹു ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. അവർ റിസ്ഖിനെ പറ്റി പറഞ്ഞിട്ട് തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ക്ഷണിക്കുന്നുണ്ട്. രണ്ടാമതൊരായത്തിൽ കാണാം ഷിർക്കിന്റെ നിരർത്ഥകത പറയുന്നത്. റിസ്ഖ് നൽകുന്നവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് ഷിർക്കിന്റെ നിരർത്ഥകത പറയുന്ന ഒരായത്താണ് സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്ത്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഹൽ മിൻ ശുറകായികും മൻ യഫ്അലു മിൻ ദാലിക മിൻ ഷൈ, അള്ളാഹുവിന് വല്ല പങ്കുകാരുമുണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്ന ആർക്കെങ്കിലും ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അള്ളാഹു പരിശുദ്ധനാണ്. അപ്പോൾ റിസ്ഖ് നൽകുന്നതിനെ പറ്റി പറഞ്ഞ് ഷിർക്കിന്റെ നിരർത്ഥകത പറഞ്ഞു. അതുപോലെ മറ്റൊരായത്തും കാണാം സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിലും ഇതേ ഷിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ് ആ പങ്കു ചേർക്കുന്നതിന്റെ നിരർത്ഥകതയെ അറിയിക്കുന്നു. മറ്റു ചില ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെ പറ്റി പരാമർശിച്ച് അടിമകളോട് ചെലവഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സക്കാത്ത് ആവട്ടെ, സ്വതക്കകളാവട്ടെ, നിർബന്ധമായിട്ട് അവൻ ചെലവഴിക്കലാവട്ടെ, അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകൾ. അതിലൊന്നാണ് സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റിസ്ഖിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിസ്ഖ് നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നമ്മളോട് നിർബന്ധമായ സക്കാത്തും നിർബന്ധമായി നമ്മൾ കൊടുക്കേണ്ടവർക്കും ചെലവഴിക്കേണ്ടവർക്കും ചെലവഴിക്കുക, ഐച്ഛികമായിട്ടും ചെലവഴിക്കുക എന്നുള്ളത്. മറ്റു ഒരായത്തിൽ ശുക്റിലേക്ക്, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റിസ്കിനെ പറ്റി പരാമർശിച്ചത് കാണാം. സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ത്വയ്യിബായതിൽ നിന്ന് ഭക്ഷിക്കുക,
അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. നാം നൽകിയ റിസ്ക്കിൽ നിന്ന് തൊയ്യവായി നിങ്ങൾ ഭക്ഷിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. അപ്പൊ റിസ്ക്കിനെ പറ്റി പരാമർശിച്ച് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ റിസ്ക്കിനെ പറ്റി പരാമർശിച്ചിട്ട് ചില തെറ്റുകളെ വിരോധിച്ച ആയത്തുകൾ കാണാം. ഇപ്പൊ സ്വന്തം മക്കളെ കൊല്ലുന്നത്, അതിനെ വിരോധിച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞൊരായത്താണ് സൂറത്തുൽ ഇസ്രായിലെ 31-ാമത്തെ ആയത്ത്. ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കുക, അവരെ ചെലവെങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് മക്കളെ കുന്നുകളയുന്ന അങ്ങനെയുള്ളവർക്കുള്ള മറുപടി പറയാണ്, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയപ്പെട്ടിട്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലാൻ നിൽക്കരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും. നാമാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്, നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് എന്ന് അള്ളാഹു തആല എടുത്തു പറഞ്ഞത് കാണാം. അതുപോലെ റിസ്ക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ് എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. റിസ്ക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് സൂറത്തു തലാഖിലെ 2-3 ആയത്തുകൾ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അവൻ ചിന്തിക്കാത്ത, വിചാരിക്കാത്ത, കണക്കുകൂട്ടാത്ത രീതിയിൽ അള്ളാഹു അവന് റിസ്ക് നൽകും. ഈ ആയത്തുകളൊക്കെ ശരിക്ക് നമ്മുടെ റസാഖ് എന്നുള്ള നാമം ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ തഫ്സീറിനാവും. കാരണം അധികം ആളുകളും പ്രധാനപ്പെട്ട ചിന്ത എന്താ, ഒരാൾ രാവിലെ ഇത് ജോലിക്ക് പോണതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ പ്രധാനപ്പെട്ട ചിന്ത എന്താ, അവർക്ക് അവർ റിസ്ക്കാണ്. എന്നാൽ റസാഖായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഉപജീവനത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. അവന്റെ കാര്യം ഏറ്റെടുക്കുക അള്ളാഹ് പറഞ്ഞിട്ടില്ല, അള്ളാഹുവാണ് കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. അവനോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് അവൻ ഏത് മാർഗത്തിലൂടെ സമ്പാദിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, ഈ കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. ആ റിസ്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് തഖ്വ ഉണ്ടാവണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈമാനും സൽക്കർമ്മങ്ങളും അതിൻ്റെ പ്രതിഫലമായിട്ട് നല്ല റിസ്ക് ലഭിക്കും എന്ന് പറഞ്ഞു കാണാം. റിസ്ക് പ്രതിഫലമായിട്ടുണ്ടാകും. സൂറത്തുൽ ഹജ്ജിലെ 50-ാമത്തെ ആയത്തിൽ ഫല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ഈമാനുള്ളവർ, സൽക്കർമ്മമുള്ളവർ, അവർക്ക് പാപമോചനമുണ്ട്, ഏറ്റവും മാന്യമായിട്ടുള്ള റിസ്ക് ഉണ്ട്. ദുനിയാവിലും ഉണ്ടാവും, സ്വർഗത്തിലും പരലോകത്തും ഉണ്ടാകും. അതുപോലെ റിസ്കിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അറിവില്ലാതെ ഹലാലും ഹറാമും തീരുമാനിക്കാൻ നിൽക്കരുത്. ചില ആളുകൾ ഇന്നത് ഹറാമാണ്, ഇന്നത് ഹലാലാണ്, അവരുടെ ഇച്ഛക്കനുസരിച്ച് പറയും. അത് റിസ്കിന്റെ വിഷയത്തിൽ, അള്ളാഹു നൽകുന്ന കാര്യങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ പറയരുത് എന്ന് വിരോധിച്ചുകൊണ്ടും വന്നത് കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ അറാഫിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ, നബിയെ ചോദിക്കുക, മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അള്ളാഹു വിശിഷ്ടമായി നൽകിയിട്ടുള്ള റിസ്ക് ആരാണ് ഹറാമാക്കാനുള്ളത്? അഥവാ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം വേറെ ആരാണ് അത് ഹറാമാക്കാനുള്ളത് എന്ന് റിസ്കിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അതുപോലെ റിസ്കിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റിസ്ക് തേടാൻ നിങ്ങൾ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അത് തേടണം എന്നുള്ളത്, അതിനു വേണ്ടിയുള്ള പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റിസ്ക് റസാഖ് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് ആരും ഒരു പണിയെടുക്കേണ്ടതാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് അതിന്റെ മാർഗം തേടണം, അത് ഹലാലായിരിക്കണം എന്നുള്ളതാണ് വിഷയം. സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് ഉപജീവനം തേടുക, അവൻ നൽകുന്ന റിസ്ക്കിൽ നിങ്ങൾ ഭക്ഷിക്കുക, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഇങ്ങനെ ധാരാളം റിസ്ക്കുമായി ബന്ധപ്പെട്ട് ഈ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നത്, അള്ളാഹു ഏതെങ്കിലും കാര്യം വിരോധിക്കുന്നത്, അങ്ങനെ ആയത്തുകൾ കാണാം. ഇനി റിസ്ക്കുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസാഖ്, റാസിഖ് എന്ന നാമങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ റിസ്ക് 2 തരത്തിലുണ്ടാകും. അള്ളാഹുവിൻ്റെ റിസ്ക് 2 തരത്തിലുണ്ടാവും. ഒന്ന് റിസ്ഖുൻ ആമുൻ, പൊതുവായിട്ടുള്ള റിസ്ക്. അത് മുഅ്മിനിനും കാഫിറിനും ബർറിനും ഫാജിറിനും, അള്ളാഹുവിനെ അനുസരിക്കുന്നവനും ധിക്കരിക്കുന്നവനും വിശ്വസിക്കുന്നവനും അവിശ്വസിക്കുന്നവനും നിഷേധിക്കുന്നവനും എല്ലാവർക്കും പൊതുവായി അള്ളാഹു തആല നൽകുന്ന റിസ്ക്. നമ്മൾ ആ നേരത്തെ ആയത്തുകൾ പറഞ്ഞതുപോലെ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹുവിനെ നിഷേധിച്ചു എന്നുകൊണ്ട് ഏതെങ്കിലും കാഫിറിന് അള്ളാഹു ഭക്ഷണം കൊടുക്കാതിരിക്കണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മഴ വർഷിപ്പിക്കാതിരിക്കണ്ടോ? അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. പൊതുവായിട്ടുള്ള റിസ്ക് ഉണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പത്തോ സന്താനങ്ങളോ ഉപജീവനമോ ഒരാൾക്ക് വർദ്ധിച്ചു എന്നുള്ളത്, ഒരാൾക്ക് ധാരാളം ലഭിച്ചു എന്നുള്ളത് ഒരിക്കലും അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള അടയാളമേ അല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും അള്ളാഹു തആല ദുനിയാവ് കൊടുക്കും. ദുനിയാവിലെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ചില ആളുകൾ വല്ല കാഫിര്യങ്ങളോ അള്ളാഹിനെ നിഷേധിച്ച് ജീവിക്കുന്നവരോ ഒരുപാട് നല്ല സുഖത്തിലും സൗകര്യത്തിലും നല്ല ജീവിതം നയിക്കേണ്ട ഓരൊക്കെ ജീവിക്കണ്ടില്ലേ, ഞാനിവിടെ അള്ളാഹിനെ അനുസരിച്ചിട്ടും എൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ. ചില ആൾക്കാർ നേരിട്ട് നമ്മളോടൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോ ചിന്താഗതി അങ്ങനെ ആയിപ്പോയിട്ട് ഓരങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു സംശയം കാരണത്താൽ. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ റിസ്ക് നൽകുക, സമ്പത്ത് നൽകുക, അല്ലെങ്കിൽ സന്താനങ്ങൾ നൽകുക, അങ്ങനെയുള്ള നല്ല വീട് നൽകുക, വാഹനങ്ങൾ നൽകുക, ഇതിന് ഈമാൻ ഷർത്തേ അല്ല. അതിന് ഈമാൻ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധനയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല. അങ്ങനെ അവർ ചില ആളുകൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ സമ്പത്തും സന്താനങ്ങളൊക്കെ ഉള്ളത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അത് വിഡ്ഢിത്തമാണ് എന്ന് അള്ളാഹു തആല ധാരാളം ആയത്തുകളിലൂടെ എടുത്തു പറയുന്നുണ്ട്. സൂറത്തു സബയിലെ 35 മുതൽ ആയത്തുകളിൽ അള്ളാഹു പറയാണ്, വഖാലു നഹ്നു അക്സറു അംവാലൻ വഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഒരുപാട് സമ്പത്ത് ഇതൊക്കെ അള്ളാഹിനെ നിഷേധിച്ച് വെക്കുന്ന ആൾക്കാർ അവർ പറയാണ്, നിങ്ങൾക്ക് കുറേ സമ്പത്തുണ്ട്, കുറേ സന്താനങ്ങളുണ്ട്, അള്ളാഹ് ഞങ്ങളൊന്നും ശിക്ഷിക്കൂല, ഞങ്ങൾ ഇഷ്ടമുള്ളതാണ് അതൊക്കെ നൽകുന്നത്. അത് പറയാണ്, ഖുൽ നബിയെ പറയുക, ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വിശാലമായി കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് ഞെരുക്കി കൊടുക്കും. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. അധികം ആളുകൾക്ക് മനസ്സിലാവണില്ല. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. അത് അധികം ആളുകൾക്ക് മനസ്സിലാവണില്ല. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങളുടെ സന്താനങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് നമ്മുടെ അടുക്കൽ ഒരു അടുപ്പവും ഒരു സാമീപ്യം കിട്ടാൻ പോകുന്നില്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹ. ആരൊഴികെ? സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്തുണ്ടായിരിക്കണം? ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടായിരിക്കണം. ഫഉലൈക ലഹും ജസാഉ ദിഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറഫാതി ആമിനൂൻ. അവർക്കാണ് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുക. അവർക്കാണ് സ്വർഗത്തിലെ ഗുറഫുകൾ, മഹത്തായ ഉന്നതമായ സ്ഥാനങ്ങൾ സുരക്ഷിതമായിട്ടുള്ളത് അവർക്കാണ് ലഭിക്കുക. അപ്പോൾ സമ്പത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടവുമായിട്ടൊരു ബന്ധമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ വളരെയധികം നമ്മുടെ സാധാരണക്കാരായ മുസ്ലിമുകളുടെ ഇടയിൽ വ്യാപിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവർ ജീവിക്കുന്നത് തന്നെ, സലഫുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, സഹാബികൾ അവർ ജീവിച്ചിരുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണം, ആ ഒരു ലക്ഷ്യത്തിൽ മാത്രമായിട്ട് അത് നടക്കും. അത് ഏത് രീതിയിലല്ല, ഭൗതികമായിട്ടുള്ളതിന്റെ ഇരട്ടിയിലല്ല. അതാണ് റിസ്ഖുൽ ഖാസ് അടുത്ത് വരുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ ഇതേ വിഷയം അല്ലാഹു തആല പരാമർശിക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ 55-56 ആയത്തുകളാണ്. അയഹ്സബൂന അന്നമാ നുബിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. അവർ വിചാരിച്ചിരിക്കുകയാണോ അവർക്ക് കുറെ മക്കളും കുറെ സമ്പത്തൊക്കെ കൊടുക്കിയത് അവർക്ക് നന്മകൾ ഇപ്പൊ തന്നെ കൊടുത്താണെന്ന്? അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് കൂടുതൽ ശിക്ഷയ്ക്കേ കാരണമാവുള്ളൂ. ദുനിയാവിൽ എത്ര സുഖം അനുഭവിച്ചോ അത്രയോ നന്ദികേട് കാണിക്കും അവൻ കുഫറിലാണെങ്കിൽ, അതിനനുസരിച്ച് ശിക്ഷ അവന് ഇരട്ടിയായി ലഭിക്കുകയും ചെയ്യും. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും തടയൂല. ദുനിയാവ് ഈമാനിന്റെ പേരിലോ കുഫറിന്റെ പേരിലോ കൂടുതലോ കുറയുകയോ അങ്ങനെ ഒന്നുമില്ല. ദുനിയാവിന്റെ വിഭവങ്ങൾ ആയത്താണ് സൂറത്തുൽ ഇസ്രായിലെ 20-21 ആയത്തുകൾ. കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി മിൻ അതാഇ റബ്ബിക്. അള്ളാഹുവിന്റെ ഈ കാര്യങ്ങൾ, ദുനിയാവിയായ കാര്യങ്ങൾ, അത് ഈമാനുള്ളവർക്കും കുഫറുള്ളവർക്കും ഒക്കെ കിട്ടും. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ. അള്ളാഹുവിന്റെ വിഭവങ്ങൾ ഒരാൾക്കും തടയപ്പെടില്ല. ഉൻദുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. നോക്കൂ, അള്ളാഹു തആല ദുനിയാവിൽ ചില ആളുകളെ സമ്പത്തുള്ളവരാക്കുന്നു, ചില ദരിദ്രരാക്കുന്നു, അള്ളാഹു ആക്കുന്നു എന്ന് പറയാണ്. വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ളീല. പരലോകമാണ് ഉന്നതമായ ദറജയും സ്ഥാനങ്ങളുമെല്ലാം ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും സഹോദരങ്ങളെ, സത്യവിശ്വാസികളോട് പറയാനുള്ളത്, സമ്പത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ആധിക്യം, ദുനിയാവിയായ നേട്ടങ്ങളുടെ ആധിക്യം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ കാരണമല്ല. അതിനങ്ങനെ ഒരു അടിസ്ഥാനമല്ല. അതൊരു പരീക്ഷണമാണ്. സമ്പത്ത് കൂടുന്നതും പരീക്ഷണമാണ്, കുറയുന്നതും പരീക്ഷണമാണ്. കൂടിയവൻ നന്ന് കാണിക്കണവൻ, കുറഞ്ഞവൻ ക്ഷമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞു നോക്കൂ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യന്റെ അവസ്ഥ, അവൻ അള്ളാഹ് കുറേ അനുഗ്രഹവും ഭൗതികമായിട്ട് സൗകര്യം കൊടുത്താൽ പറയും അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ്, അള്ളാഹ് എന്നെ നല്ല ആദരിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അതൊക്കെ തന്നത്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ചില ആളുകൾ അവർക്ക് റിസ്ക് ഞെരുങ്ങിക്കഴിഞ്ഞാൽ, അവർക്ക് ഇതായി കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹ് നമ്മളെ കൈവിട്ടു, അള്ളാഹ്ക്ക് നമ്മൾ ഇഷ്ടമല്ല, അള്ളാഹ് നമ്മളെ കൈവിട്ടിക്കണു പറയും. അള്ളാഹ് പറയും കല്ല, അങ്ങനെയല്ല കാര്യം.
ആ രണ്ട് രീതിയിലുമല്ല കാര്യം, രണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് റിസ്ഖുൻ ആം, എല്ലാവർക്കും ലഭിക്കും. രണ്ടാമത്തേത് റിസ്ഖുൻ ഖാസുൻ, പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്ന റിസ്ഖ്. ആ റിസ്ഖ് എന്താണ്? റിസ്ഖുൽ ഖുലൂബ്, ഒരു മുഅ്മിനിന്റെ ഖൽബിന് ലഭിക്കുന്ന റിസ്ഖ്. അവന്റെ ഈമാനിന്റെ ശക്തി, അറിവ്, അതുപോലെ തന്നെ ഹലാലായ ഉപജീവനം നേടാൻ, അത് മുഖേന ദീനിൽ നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകുന്ന അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള റിസ്ഖ്, അതാണ് റിസ്ഖുൻ ഖാസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകുക എന്നുള്ളതല്ല ഒരാളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. ഖൽബിന് ലഭിക്കുന്ന റിസ്ഖ് ലഭിക്കുമ്പോഴാണ് അയാൾ ഏറ്റവും റാഹത്തിലാകുന്നത്. അപ്പോൾ നിങ്ങൾ സമ്പന്നരായ ആളുകളോട്, നേരിട്ട് അടുപ്പമുള്ള ആളുകൾ നിങ്ങൾ സംസാരിച്ചാൽ മനസ്സിലാവും, അവർക്ക് എത്ര സൗകര്യം ഉണ്ടായിട്ടും അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഞെരുക്കവും ബുദ്ധിമുട്ടവും വളരെ വലുതായിരിക്കും. എന്നാൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് കൊണ്ട്, അവരുടെ ഈമാന് കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അവരനുഭവിക്കുന്ന റാഹത്ത് വളരെ വലുതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉദാഹരണം കാണാം. നിങ്ങളിൽപ്പെട്ട ഒരു സ്വാലിഹായ വ്യക്തിയെ അള്ളാഹു പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ അവന് ധരിക്കാൻ വസ്ത്രമൊന്നുമില്ല, ഒരു പുതപ്പ് മാത്രം, ഒരു കമ്പിളിയുടെ പുതപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ അവനെത്തും. എന്നൊരു വിശ്വാസം പറയാണ്, നിങ്ങളൊക്കെ റഹായിലുള്ള പോലെ ആയിരിക്കും അപ്പോൾ അവൻ്റെ അവസ്ഥ. നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല സൗഖ്യത്തിലും സുഖത്തിലും എല്ലാം താമസിക്കുന്ന പോലെയായിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ ആ കാര്യത്തെ ഉൾക്കൊള്ളാനും അവന്റെ ഖൽബിന് അള്ളാഹു വിട്ടുകൊടുക്കുന്ന സമാധാനവും റാഹത്തും അതുപോലെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ റിസ്ഖുൽ ഖൽബാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും തേടേണ്ടതും. അത് ഈമാൻ ലഭിക്കുന്ന, സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് ലഭിക്കുന്ന, ഹലാലായ ഉപജീവനം മാത്രം ലഭിക്കുന്ന, ഹലാലായ ഉപജീവനം നേടാനുള്ള ഒരു മാർഗം മാത്രം ലഭിക്കുന്ന, അത് അള്ളാഹു പ്രത്യേകം മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന കാര്യമാണ്. നോക്കൂ, അല്ലാഹു തആല സൂറത്തു ത്വലാഖിലെ 11-ാമത്തെ ആയത്തിൽ പറയുന്നത്, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ, ആരാണോ ഈമാൻ ഉള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹ അബദ, അവരവിടെ ശാശ്വതമായിരിക്കും. ഖദ് അഹ്സന അല്ലാഹു ലഹു റിസ്ഖ, അല്ലാഹു അവന് അവർക്ക് ഏറ്റവും നല്ല റിസ്ഖ് അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. ദുനിയാവിലാവട്ടെ സ്വർഗത്തിലാവട്ടെ ഏറ്റവും നല്ല റിസ്ഖ് അവർക്ക് ലഭിക്കും. സ്വർഗം എന്നുള്ളത് അള്ളാഹുവിന്റെ റിസ്ഖാണ്, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. സൂറത്ത് സ്വാദിലെ ആയത്തുകൾ നോക്കൂ, 49 മുതലുള്ളത്, ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും നല്ല അഭയസ്ഥാനം, ഭവനമുണ്ട്. ജന്നാത്തി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, അദ്ൻ എന്നുള്ള സ്വർഗം, അതിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു വെച്ചതായിരിക്കും. മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, അവരവിടെ ചാരിയിരിക്കുന്നവരായിരിക്കും. അവരിങ്ങനെ പറയുന്ന പാനീയങ്ങളും പഴങ്ങളൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വഇൻദഹും ഖാസിറാത്തുത് തർഫി അത്റാബ്, അവർക്ക് കന്യകരായിട്ടുള്ള സമപ്രായക്കാരായിട്ടുള്ള ദൃഷ്ടി നിയന്ത്രിക്കുന്ന ഇണകൾ ഉണ്ടാവും അവരുടെ അടുക്കൽ. ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, പരലോകത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ളതാണിത്. എന്നിട്ട് പറയാണ്, ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്, ഇതാണ് നമ്മുടെ റിസ്ഖ്, അവർക്ക് നാം ഒരുക്കിയിട്ടുള്ള റിസ്ഖ്, അതിനൊരു നാശവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ റിസ്ഖുൻ ഖാസായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റിസ്ഖുൻ ആം എല്ലാവർക്കും ഉണ്ടാവും, അതിലിപ്പോ ആരും വ്യത്യാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ റിസ്ഖുൻ ഖാസിലാണ് മുഅ്മിനീങ്ങൾ വ്യത്യാസപ്പെടുന്നത്. അത് ഒരിക്കലും എന്താകുന്നില്ല, നശിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന റിസ്ഖായിരിക്കും, ഈമാനിന്റെയും അതുപോലെ സ്വർഗത്തിനും ലഭിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, നോക്കും, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളൊക്കെ നശിക്കും. ദുനിയാവിൽ ഒരാൾ ഏറ്റവും വലിയ നേട്ടം നേടിയാലും, ദുനിയാവ് മൊത്തം സമ്പാദിച്ചാലും അതെല്ലാം അവൻ വിട്ടുപോകും, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. വമാ ഇൻദല്ലാഹി ബാഖിൻ, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് നിലനിൽക്കുന്ന റിസ്ഖുകളാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ റിസ്ഖിന് പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളും ഈ റസാഖ് എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവരവരുടെ റിസ്കിന്റെ വിഷയത്തിൽ ഭയപ്പെട്ട് ഹറാമായ മേഖലയിലേക്ക് പോകുന്നത് കാണാം, ദീനിനെ പരിഗണിക്കാത്തത് കാണാം, ഈമാനിന് തെറ്റിപ്പോകുന്നത് കാണാം. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ ദുനിയാവിലെ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, പരലോകമാണ് നിലനിൽക്കുന്നതും
അതുപോലെ തന്നെ ഉത്തമമായിട്ടുള്ളതും. ഇനി സ്വർഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹു റിസ്ഖിനെ പറഞ്ഞ ഒരായത്ത് കൂടി പറയാം. സൂറത്ത് മറിയമിലെ 61-ാമത്തെ ആയത്തുകൾ 63 വരെയുള്ള ആയത്തുകൾ കാണാം. ജന്നാത്തി അദ്നിനില്ലതി വഅദ അർറഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയ. അദ്ൻ എന്നുള്ള സ്വർഗം അദൃശ്യമായ ലോകത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, തീർച്ചയായും വന്നെത്തും. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ. അവിടെ അനാവശ്യമായ ഒരു വാക്കും കേൾക്കില്ല, സലാമായിരിക്കും അവർ കേൾക്കുക. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. രാവിലെയും വൈകുന്നേരങ്ങളിലും അവർക്കുള്ള റിസ്ഖ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. തിൽകൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. ആ സ്വർഗം എന്നുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ളതാണ്. ഏറ്റവും വലിയ റിസ്ഖ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അത് നേടിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ ദുനിയാവിൻ്റെ റിസ്ഖിനെ നമ്മൾ കാണാൻ പാടുള്ളൂ. ദുനിയാവിൻ്റെ റിസ്ഖ് നമ്മുടെ ഗായത്താവരുത്, നമ്മുടെ അവസാന ലക്ഷ്യമാവരുത്. അതെന്തിനുള്ളതാണ്? പരലോകത്തെ റിസ്ഖ് നേടാനുള്ള ഒരു മാർഗം. ഇതെങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാൻ സാധിക്കണം ഹലാലായ മാർഗത്തിൽ. എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കണം നീ കൽപ്പിച്ചതുപോലെ. അതിനാണ് റിസ്ഖ്. റിസ്ഖ് നമുക്ക് എന്താണോ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നമ്മെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ലഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി വെക്കുകയും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഉപജീവനത്തിനപ്പുറത്തേക്ക് ഒരു ശ്വാസമോ ഒരു തുള്ളി വെള്ളമോ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു അംശമോ നമുക്കിറക്കാൻ സാധിക്കില്ല. ആ എഴുതി വെച്ചത് എന്താണോ അത് പൂർണ്ണമായി ലഭിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ടു പോവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞില്ലേ, നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ മരണങ്ങളെ പിടികൂടും. അതുപോലെ തന്നെ നിങ്ങളെ റിസ്ഖിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും നിങ്ങളുടെ റിസ്ഖ് നിങ്ങളെ പിടികൂടും. അത് ലഭിക്കാതെ നിങ്ങൾക്കൊരിക്കലും മരണം സംഭവിക്കുകയില്ല. അപ്പോൾ റസാഖ് എന്നുള്ള നാമത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ജീവിതത്തിലെ ബഹുഭൂരിഭാഗം മനുഷ്യരുടെയും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ടുള്ള ഉപജീവനത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും സമാധാനമേകുന്ന ഏറ്റവും ആശ്വാസമേകുന്ന ഒരു കാര്യമായിരിക്കും അള്ളാഹുവിനെ റസാഖായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.